ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു ഈസ്റ്റർ സ്പെഷ്യൽ എഗ് റോസ്റ്റാണ് കാണാൻ പോകുന്നത്. ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു എഗ് റോസ്റ്റാണ്. ആർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പം ഈസ്റ്റർ സ്പെഷ്യൽ എന്നല്ല, നമുക്ക് ഇഫ്താർ സ്പെഷ്യൽ എന്നും പറയാം. അപ്പം എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഈസി എഗ് റോസ്റ്റാണ്. ആദ്യം തന്നെ നമ്മൾ 3 മുട്ട, കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും, അത് മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് ഒരു 10 മിനിറ്റ് ബോയിൽ ചെയ്യാം. 6 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് നോക്കണം കേട്ടോ. ഇനി നമുക്ക് ആ സമയം കൂടി നമ്മൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുക്കാം. 2 തക്കാളി, 2 മീഡിയം സൈസ്ഡ് സവോള, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി ഒന്ന് ചെറുതായി അരിഞ്ഞെടുത്തത്, ഒരു 5 ഉണ്ട പച്ചമുളക്. അപ്പം നമ്മുടെ മുട്ട ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് മുട്ട മാറ്റി വെക്കാം. നമുക്കിനി ഒരു ചീനച്ചട്ടി എടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാൻ, ഒരു 1.5 ടേബിൾ സ്പൂൺ. വെളിച്ചെണ്ണ വേണമെന്നില്ല, ടേസ്റ്റിന് എടുത്തുവെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. റൈസ് ബ്രാൻ ഓയിൽ, ഒലീവ് ഓയിൽ, സൺഫ്ലവർ ഓയിലൊക്കെ. കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ച് കുറച്ച് ജീരകം കൂടി ഇടാണ്. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില. ഈ കറിവേപ്പില ഇടുന്ന സമയം മല്ലിയില വേണമെങ്കിൽ ഇടാം. എനിക്കത് ഇഷ്ടമില്ല, മല്ലിയില അവസാനം ഇടുന്നതാണ് എനിക്കിഷ്ടം. ഒരു 2 വറ്റൽമുളക് ഒന്ന് കീറി അതും കൂടി ഇട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ച് എടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് ഭയങ്കര അറോമാറ്റിക് ആണ്. ഇതൊക്കെ ഇങ്ങനെ മൂത്ത് വരുമ്പോഴുള്ള ആ ഒരു വാസന നല്ലതാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നുറുക്കി വെച്ചതിടാം. പേസ്റ്റ് ഉണ്ടെങ്കിൽ അതിടാം കേട്ടോ. നമുക്ക് അതൊന്ന് മൂത്ത് ഇങ്ങനെ ആകുമ്പോൾ പച്ചമുളകും കൂടി ഇടാം. എല്ലാം കൂടെ ഒറ്റ ഇതിലിട്ടു എന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി മൂപ്പിച്ചിട്ട് ചെയ്യുന്ന പോലെയും ചെയ്യാം. അത് കഴിഞ്ഞ് പച്ചമുളക് ഇട്ടാലും മതി. ഇതൊന്ന് നന്നായി മൂത്ത് വാടി ഒരു 4 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് സവോള നന്നായി കൈ വെച്ച് ഇങ്ങനെ ഇളക്കി, ഇങ്ങനെ കൂട്ടായി കിടക്കാതെ എല്ലാം ഡിഫറെൻറ്റ് പീസസ് ആയിട്ട് ഉണ്ടാവണമെന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ടത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പം കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ആ ടിപ്പ് എല്ലാവർക്കും അറിയായിരിക്കും, കാരണം ഇതും കൂടി ആഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഉള്ളി കുക്കാവും. അപ്പം നല്ല ഒരു ട്രാൻസ്ലൂസൻ പീസായാൽ മതി, ഒത്തിരി ഗോൾഡൻ ബ്രൗൺ ഒന്നും വേണ്ട. ഇതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പം നമുക്ക് തക്കാളി ഇടാം. തക്കാളി ചിലർ അവസാനം ഇടാറുണ്ട്. ഈ ഒരു കറിക്ക് ഈ സമയത്ത് ഇടുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. കാരണം എഗ് റോസ്റ്റിന് തക്കാളിയുടെ ഒരു ഫ്ലേവർ മസ്റ്റാണ്. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടു കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഇടാം, വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഇടാം. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റി വെച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയേക്കാം കേട്ടോ. മുളക് പൊടി, ഇത് നോർമൽ ചില്ലി പൗഡറാണ്, കാശ്മീരി ഒന്നല്ല. ഇത് 3ഉം ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എഗ് റോസ്റ്റിന് എപ്പോഴും ഒരു 2:1 റേഷ്യോ, മല്ലിപ്പൊടി കൂടുതലും മുളക് പൊടി കുറവും. മഞ്ഞൾപ്പൊടി ആസ് യൂഷ്വൽ നുള്ള്. നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് 1 ടേബിൾ സ്പൂൺ മാത്രം. ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ മാത്രം, എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ ടൊമാറ്റോ കെച്ചപ്പും കൂടി ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല മൂത്ത് വരണം. ഇതിൻ്റെ ഒരു പരുവം ഇങ്ങനെ ആവണം. കുറച്ചുകൂടെ ഒന്ന് വയ്ക്കുമ്പം എണ്ണ തെളിഞ്ഞ് വരും. അപ്പം നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഇതുപോലെ വരും. അപ്പോൾ നമുക്കൊരു എഗ് റോസ്റ്റ് കിട്ടും. ഇവിടെ പക്ഷേ എല്ലാവർക്കും ഗ്രേവിയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഗ്രേവിക്ക് വേണ്ടി കുറച്ച് വെള്ളം ആഡ് ചെയ്തു. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റൊക്കെ ഇത് വെച്ചൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അത് അങ്ങനെ ഞാൻ ചെയ്ത് വറ്റിച്ച് എടുത്തിട്ടുണ്ട്, മതി. ഇനി നമുക്ക് നമ്മുടെ മുട്ട നേരത്തെ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചത് ഒന്ന് തണുത്തിട്ടുണ്ട്. കൂടുതൽ തണുക്കാൻ കോൾഡ് വാട്ടറിൽ ഒന്ന് ഇമേഴ്സ് ചെയ്തിട്ട് ഇതുപോലെ പൊട്ടിച്ച് എടുക്കാം. എന്നിട്ട് ഈ മുട്ട നമുക്ക് വരയാം. വേണമെങ്കിൽ ഇത് ഹാഫ് ആക്കി അങ്ങനെ ഇടാം. അങ്ങനെ ഇടുന്നത് കുറച്ചുകൂടെ ടേസ്റ്റാണ്, കാരണം ആ എഗ് യോക്കിലൊക്കെ മസാല നന്നായി കയറും. വരയും കൂടി ചെയ്യാം. ഇവിടെ ഞാൻ വരയാൻ മറന്നുപോയതാണ്. സാധാരണ ഞാൻ വരയാറുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ എഗ്ഗ് ആഡ് ചെയ്യാം. എഗ്ഗും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ, വേറൊന്നുമില്ല, കഴിഞ്ഞു. മല്ലിയില കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു സ്റ്റെപ്പിലും കൂടെ മല്ലിയില ആഡ് ചെയ്തേനെ. അപ്പോൾ ഞാൻ ഗാർണിഷിങ്ങിന് കുറച്ച് കറി ലീവ്സ് ഇട്ടു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഹാപ്പി റംദാൻ ആൻഡ് അഡ്വാൻസ്ഡ് ഹാപ്പി ഈസ്റ്റർ.